ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ ക്രോപ്പ് ടോപ്പ് പറയുമ്പോൾ നമ്മൾ ഈ കട്ട് പീസില്ലേ, ഈ കട്ട് പീസും കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ കയ്യിലൊക്കെ അധിക പക്ഷേ എല്ലാവരുടെയും ഈ കട്ട് പീസൊക്കെ ഉണ്ടാവും. സ്റ്റിച്ച് ചെയ്തതിന് ബാക്കിയുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ച കട്ട് പീസസ് ഇല്ലേ, ആ കട്ട് പീസസ് കൊണ്ടാണ് ഞാനിന്ന് ഒരു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്, സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആ കട്ട് പീസൊക്കെ കൂടി നമുക്ക് എങ്ങനെയാണ് വേണ്ടത് ആ ഒരു ഇതിൽ വെച്ച് ഇതേപോലെ നീളത്തിലാണെങ്കിൽ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എത്രത്തോളം ഇത് നമുക്ക് ആവശ്യം, ലെങ്ത്ത് കൂടുതൽ ആവശ്യം, അതിനനുസരിച്ച് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ നാലായി ഫോൾഡ് ചെയ്യും. നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഷർമെൻ്റൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യണത്. അപ്പോൾ നാലായി ഫോൾഡ് ചെയ്തപ്പോൾ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങൾക്ക് കട്ട് ചെയ്ത് കറക്റ്റാക്കി വെക്കണം കേട്ടോ. എൻ്റെ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നാലായി ഫോൾഡ് ചെയ്ത് വെച്ചപ്പോൾ എക്സ്ട്രാ അടിയിൽ ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തൊങ്ങി കിടക്കണ്ടായിരുന്നു കേട്ടോ, ഒപ്പമില്ലാണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കി കേട്ടോ. ലെവലാക്കിയിട്ടാണ് നമ്മൾ ഇതിൽ മെഷർമെൻ്റൊക്കെ അടയാളപ്പെടുത്താൻ പോകുന്നത്. മെഷർമെൻറ്റ് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ഇയർ ബേബിക്കൊക്കെ, അതായത് 5 വയസ്സായ കുട്ടികൾ, 6 വയസ്സ്, ആ ഒരു സൈസാണ് എനിക്കിതിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡെയിലി വെയറിനല്ലേ, ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതല്ല നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെയാണ് ഇടാൻ ആക്കണതെങ്കിൽ അത് നല്ലൊരു ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനിത് ഡെയിലി വെയറായിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് പീസസ് ഒക്കെ അല്ല, അപ്പോൾ ഡെയിലി വെയറായിട്ട് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഷോൾഡർ ഒരു 4 ഇഞ്ച്, അപ്പോൾ ഒരു 5 വയസ്സായ കൊച്ചിനൊക്കെ അല്ല, അപ്പോൾ 4 മതി കേട്ടോ. അപ്പോൾ ഷോൾഡർ ലെങ്ത്, അതായത് ആം ഹോൾഡിൻ്റെ അവിടേക്ക് ഒരു 3 എടുത്ത്. അപ്പോൾ നമ്മളിവിടെ നെക്ക് അടയാളപ്പെടുത്തണില്ല കേട്ടോ. നെക്ക് വേണ്ട, സ്ട്രാപ്പാണ് വെക്കുന്നത്. അതുകൊണ്ട് നെക്കിൻ്റെ അവിടെ ഇതാക്കണില്ല കേട്ടോ. അപ്പോൾ ഷോൾഡർ മാത്രം ആം ഹോൾഡിൻ്റെ അവിടെ മാത്രം നമ്മൾ കട്ട് ചെയ്യണുള്ളൂ. അത് വെച്ച് ലെങ്ത്ത് ഞാനൊരു 20 എടുത്തിരിക്കണേ. സീം അലവൻസ് എല്ലാം കൂടി 20 അത്ര കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത്ര എടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. ജസ്റ്റ് എത്രയാണോ അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം കേട്ടോ ജസ്റ്റ് എടുക്കാൻ. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയും തോന്നുന്നു, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കറക്റ്റായി കട്ട് ചെയ്ത ശേഷം അടിയിൽ നമ്മളൊന്ന് കേവ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് മുകളിലൊക്കെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കേവ് ചെയ്തിട്ട് നമുക്ക് ഇത് കറക്റ്റായി വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെട്ടുമ്പോൾ നമ്മൾ വെട്ടിയിട്ട് ആം ഹോൾഡിൻ്റെ അവിടെ മാത്രം വെട്ടണം. നെക്ക് കട്ട് ചെയ്ത് കളയരുത്, കാരണം നെക്ക് ഇല്ല. നെക്ക് നമ്മൾ അടയാളപ്പെടുത്തണല്ലോ, സ്ട്രാപ്പ് വെക്കണതുകൊണ്ട് ആ ഒരു ഇതിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് 2 പീസാക്കണം, ബാക്കും ഫ്രണ്ടും, അങ്ങനെയല്ലേ. അപ്പോൾ ഇങ്ങനെ പക്ഷെ നമുക്കൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, സ്ട്രാപ്പൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് 2 പീസാക്കിയ ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്ട്രാപ്പിന് വേണ്ടിയുള്ള ആ ഒരു ഇത് റെഡിയാക്കാം കേട്ടോ. സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയും, ആ ഒരു ലെങ്തിലാണ് കേട്ടോ ഞാൻ എടുക്കണേ. അത് 2ആയി കട്ട് ചെയ്ത ശേഷം സ്ട്രാപ്പ് എങ്ങനെയാണ് വെക്കണതെന്ന് വെച്ചാൽ 2 രീതിയിൽ നമുക്ക് സ്ട്രാപ്പ് വെക്കാം കേട്ടോ. ഒന്നാമത് ഇത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അത് 2ആയി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് സ്ട്രാപ്പ് വയ്ക്കാം. അല്ലാത്ത പക്ഷം ഡയറക്റ്റ് അതിൽ തന്നെ വെച്ച് മടക്കി 2ആയി ഫോൾഡ് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചെയ്യാൻ പോണത് 2ആയി മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് സേഫ്റ്റി പിന്നെ ഒന്നിലും യൂസ് ചെയ്ത് ഇത് മറിച്ചെടുക്കും. എന്നിട്ടാണ് സ്ട്രാപ്പാക്കി യൂസ് ചെയ്യാൻ പോകണം കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ 2ആക്കി മടക്കിയിട്ട് അങ്ങനെ കേട്ടോ ഞാൻ അതിൽ ചെയ്യാൻ പോണത്. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് വീണ്ടും വീഡിയോസും ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ 2ആക്കി കണ്ടോ. എന്നിട്ട് നമുക്ക് സേഫ്റ്റി പിന്ന്, ഞാൻ സേഫ്റ്റി പിന്നാണ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മറക്കണേ. അങ്ങനെയും ചെയ്യാം, അല്ലാണ്ടും ചെയ്യാം കേട്ടോ. ചിലവർ കത്രികയൊക്കെ കൊണ്ട് തിരിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ തിരിച്ചിട്ട ശേഷം ഇത് നമ്മുടെ ആ ഒരു ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അതേപോലെ തന്നെ ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൽ ഹെവിയൊന്നും അല്ല കേട്ടോ. എനിക്കങ്ങനെ ഹെവി ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല. എന്നെക്കാളും നന്നായി സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അവരൊക്കെ ഇതൊക്കെ കണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പം ഞാൻ പിന്നെ നമുക്കറിയാവുന്ന കാര്യം അറിയാത്തവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് അറിയാത്തവർ ബിഗിനേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊന്ന് ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിൽ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്യല്ല, സോറി, ഷോൾഡറിൻ്റെ അവിടെ മടക്കി തയ്ക്കുക. അതിങ്ങനെ ചുറ്റും 4 ഷോൾഡറും ഇല്ലേ, 4 ഷോൾഡറും മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അത് 4 മടക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം വേണം നമുക്ക് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യേണ്ടത്. സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മളിതിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ട് വശത്ത് സ്ട്രാപ്പ് വയ്ക്കും. എന്നിട്ട് അവിടുന്ന് 1 ഇഞ്ച് ഇറക്കിയിട്ട് വേണം തയ്ക്കണത്. അതായത് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് വശത്ത് വെച്ചിട്ട് അവിടുന്ന് 1 ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്യും. ആ സ്ട്രാപ്പിലൂടെ അങ്ങനെ ഫുള്ളായിട്ട് നീളത്തിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. കണ്ടോ, ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. മനസ്സിലാവുന്ന പോലെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറക്കി സ്റ്റിച്ച് ചെയ്തോ, അതേപോലെ കണ്ടോ, 1 ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്യും. എന്നിട്ട് അത് ചീത്ത വശത്തോട്ട് മടക്കി വെച്ചിട്ട് ആണ് നമ്മൾ നെക്കിൻ്റെ അവിടെയും നീളത്തിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അത് തിരിച്ച് വെച്ചിട്ട് മടക്കുക. അതായത് നല്ല വശത്ത് സ്ട്രാപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ചീത്ത വശത്തോട്ട് മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ആ ഒരു ഇതിലാണ് കേട്ടോ ഇന്ന് ചെയ്യണത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലാണ് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചീത്ത വശത്തോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ 2 വശവും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഫ്രണ്ടും ബാക്കും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലവർക്ക് കഴുത്ത് ഒരുപാട് കയറിയിട്ട് അല്ലെങ്കിൽ തല കൊള്ളൂല, അങ്ങനെയുള്ള ചില കുട്ടികൾക്ക് പ്രശ്നം വരും കേട്ടോ. എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കും. ചില കുട്ടികൾ വണ്ണമുള്ളവരുണ്ടാവും, വണ്ണമില്ലാത്തവരുണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ബാക്കിയുള്ള ഒരു ഓപ്പൺ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഒരു ഓപ്പൺ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ഇതിലും നെക്സ്റ്റ് പീസിലും സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ചീത്ത വശത്തോട്ട് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തു എന്ന്. അതിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്തേക്കണം കേട്ടോ ഫ്രണ്ടിൽ. എന്നിട്ട് നമുക്കതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ പതിച്ച് വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറക്റ്റായി നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പതിച്ച് വെക്കുമ്പോൾ കാണാനും കുറച്ചൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് പീസും ഇതേപോലെ തന്നെ ഫ്രണ്ട് വശത്തോട്ട് വെച്ച് 1 ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്യുക. അത് ചീത്ത വശത്തോട്ട് വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ നമ്മളിപ്പോൾ ഒരു പോർഷൻ ചെയ്തോളൂ, അതേപോലെ തന്നെ മടക്കി പതിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ. ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും ഇത് ഞങ്ങൾക്കും അറിയാമല്ലോ ഇതൊക്കെ പറയണമെന്നൊക്കെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല വീഡിയോസ് ചെയ്യണം. അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് ഉപകാരമാവണമെങ്കിൽ ആവട്ടെ, ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്യാം. രണ്ട് വശവും നന്നായി സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന എക്സസൈസ് ആയ പോർഷൻസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്ത് കളയുന്നത് അത് എക്സ്ട്രാ വന്നതാണ് കേട്ടോ. അതങ്ങനെ വെച്ചാലും ബോറായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് കളയും കേട്ടോ. ലോക്ക് ചെയ്ത ശേഷം 2 വശവും കട്ട് ചെയ്ത് മാറ്റുക, അങ്ങനെയാണ് ചെയ്യാം. എന്നിട്ട് വലിയ പണിയൊന്നുമില്ല. ഇങ്ങനെ 2 സൈഡും ജോയിൻ ചെയ്തിട്ട് അടിയിലൊന്നും മടക്കി തയ്ക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇതിന് വലിയ ഹെവി ആയിട്ടുള്ള പണിയൊന്നുമില്ല കേട്ടോ. സിമ്പിളല്ലേ. അപ്പോൾ വേസ്റ്റായി നമ്മൾ കളയാനൊക്കെ ഇരിക്കണ ക്രോസ് പീസസൊക്കെ ഉണ്ടാകുമല്ലോ,
കട്ട് പീസസൊക്കെ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കാമല്ലോ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ജോയിൻ ചെയ്തവിടെയും എക്സ്ട്രാ അറ്റാച്ച് ചെയ്തവിടെയൊക്കെ എക്സ്ട്രാ നൂലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഫിനിഷാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. തുണി കുറച്ച് ലെങ്തായി കിട്ടുകയാണെങ്കിൽ പാൻറ്റിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ചിലർ സ്കേർട്ടിൻ്റെ കൂടെ അങ്ങനെ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു ബോവും കൂടി നടുക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അത് സെയിം കളറിൽ തന്നെ ബാലൻസ് വന്നപ്പോൾ അതെടുത്തൊന്ന് സെറ്റാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.